നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു സോപ്പ്. അപ്പോൾ ഏത് സോപ്പാണ് എന്ത് സോപ്പാണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് ഏത് സോപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലോട്ട് പോയാലോ. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? നമ്മൾ സോപ്പിൻ്റെതൊന്നും അധികം ഇങ്ങനെ ഇടാറില്ല, പല വീഡിയോസായിട്ടാണ് നമ്മൾ ഇടാറ്. അപ്പോൾ ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കണമുണ്ട് നിങ്ങളോട് സോപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്യ്, എല്ലാ വീഡിയോസും ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കുക്കമ്പറിൻ്റെ ഒരു സോപ്പാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് കുക്കമ്പറിൻ്റെ സോപ്പ് ഉണ്ടാക്കണം. അപ്പോൾ എന്നും ഇങ്ങനെ വിചാരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. പക്ഷേ ഇന്നലെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഈ ഒരു വീഡിയോസിൽ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഏത് സോപ്പ് ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾക്കും സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. ബിഗിനേഴ്സായ ആളുകൾക്കൊക്കെ സോപ്പ് ഉണ്ടാക്കാൻ ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് അളവും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോപ്പ് ഉണ്ടാക്കി എടുക്കാം. ഒരു കുഞ്ഞു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു എമൗണ്ടിന് ചെറിയൊരു കിറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സോപ്പ് ഉണ്ടാക്കാൻ പഠിക്കുകയും ചെയ്യാം, നമുക്ക് ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം. തൽക്കാലം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പുകളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചാൽ മതി. ലൈസൻസ് വലിയ ഓർഡറൊക്കെ കിട്ടുമ്പോൾ മതി നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കൽ. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിച്ചതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും പറയണത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല പെർഫെക്റ്റോട് കൂടെ ഉള്ള സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കമ്പർ സോപ്പ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്താലാണ് നിങ്ങൾക്കിത് കറക്റ്റ് മെഷർമെൻറ്റൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ 1 കിലോ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കുക്കമ്പറാണ് എടുത്തിട്ടുള്ളത്. ആ കുക്കമ്പർ നമ്മൾ കുഞ്ഞു പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കയ്യുമ്മേ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ആഡ് ചെയ്ത് ഞാൻ നോക്കുക. കാരണം ഞാൻ ആദ്യമൊന്നും ഗ്ലൗസ് ഇട്ടായിരുന്നില്ല, തുടക്കത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മടിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊരു കെമിക്കലാണല്ലോ, അങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ കയ്യുമൊക്കെ വന്നപ്പോൾ കളറുകളൊക്കെ ഒരു മാറ്റം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഗ്ലൗസൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് സോപ്പിൻ്റെ ബേസൊക്കെ കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് കുക്കമ്പർ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ കുക്കമ്പറിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ അലോവേരയുടെ ജെല്ലുണ്ട് എന്നുണ്ടെങ്കിൽ അത് പച്ച കളറാണ് വൈറ്റ് കളറാണ് ഏത് കളർ ജെല്ലാണ് ഉള്ളത് വെച്ചെങ്കിൽ നമ്മളതും 1 സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വൈറ്റ് അലോവേരയുടെ ജെല്ലാണ് ഉണ്ടായിരുന്നത്. ഗ്രീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കളറിലൊരു മാറ്റം വന്നായിരുന്നു. അപ്പം ഞാൻ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതവിടെ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് 1 കിലോന് സോപ്പ് ബേസ് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മളവിടെ വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ നമ്മൾ കാണിക്കണില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ അറിയാത്തവരൊന്നും ഇപ്പോൾ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ എവിടെ നോക്കിയാലും സോപ്പിൻ്റെ വീഡിയോസാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്തത് ചില കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് എങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇനി ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ എന്ത് ചെയ്ത് മറ്റതൊക്കെ മിക്സിയിൽ അടിച്ചെടുത്ത്. അപ്പോൾ ഇത് ഒരു അളവ് പാത്രമാണ്. അപ്പോൾ ഇതിൽ 30 ml ആണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്, ഈ ജ്യൂസ് എടുത്തിട്ടുള്ളത്. കൂടി പോവരുത്, 30 ml ആണ് ഞാൻ ഇതിൽ ഈ ഒരു അളവ് പാത്രത്തിൽ കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏകദേശം ഒരു 30 ml ആണ് നമുക്ക് കറക്റ്റായിട്ട്. നിങ്ങൾക്ക് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത്.
ചിലപ്പോൾ ഇതിങ്ങനെ കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ 30 ml ആണ് ഞാൻ ആ ഒരു ജ്യൂസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് തന്നെയാണ് നമുക്ക് ഇനി കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്യുക. അതല്ല ഇത് മാത്രമേ വേണ്ടുള്ളൂ വെച്ചെങ്കിൽ ഇത് മാത്രമായിട്ട് ആഡ് ചെയ്യാം. അപ്പം ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു തരി ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്ത്. അല്ലാണ്ട് തന്നെ നമുക്കിത് കളർ ഉണ്ട്. അങ്ങനെ ഒരു ഇളം പച്ച കളറായിട്ട് നല്ല ഡാർക്കല്ല, എന്നാലും ചെറിയൊരു ലൈറ്റ് പച്ച കളറിലാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ അതിന് കുറച്ചൊരു കുറവായിട്ട് തോന്നിയപ്പോൾ ഒരു ഡ്രോപ്പ് ഞാൻ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ നമുക്ക് നല്ല കളറായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങളത് ചേർക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് കളർ ഉണ്ട്. അപ്പോൾ എനിക്കൊന്നും കൂടെ ഒരു കളർ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, യാതൊരു കെമിക്കൽസ് കൂടാതെ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വിറ്റാമിൻ ക്യാപ്സ്യൂള് 3 എണ്ണം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ അലോവേരക്ക് 2 ടീസ്പൂൺ 20 ml ആണ് നമുക്ക് അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിൽ വേണ്ടത്. കാരണം ഫ്രാഗ്രൻസ് എത്ര കൂടിയാലും കുഴപ്പമില്ല, കാരണം നമുക്ക് മണം ആണ് മുന്തിയിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രാഗ്രൻസ് കുറഞ്ഞു പോകരുത്, നന്നായി കൂടിക്കോട്ടെ. കാരണം നമ്മൾ കയ്യിൽ നിന്ന് ഒരാൾ സോപ്പ് വാങ്ങിക്കുമ്പോൾ മണമില്ല എന്ന് പറയരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മുന്തിയിട്ട് നിന്നോട്ടെ മണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രാഗ്രൻസ് 20 ml ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജ്യൂസ് 30 ml ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനൊരു ഡ്രോപ്പ് കളറാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കളറ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമ്മളവിടെ മോൾഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിയേഴ്സിൻ്റെ മോൾഡാണ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മോൾഡിൽ നിന്ന് എടുക്കണമൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പം നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളി കുക്കമ്പറിൻ്റെ സോപ്പ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഷാമ്പു ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വരാൻ പോണത്. അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിങ്ങിൽ ഇരിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ അതിന് നമ്മൾ റിപ്ലൈ തരാൻ നോക്കാം. അപ്പോൾ എല്ലാം ഒരുവിധമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും കുക്കമ്പർ സോപ്പ് അതുപോലെ തന്നെ ബേസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.